ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു നിമിഷം എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? സീക്രട്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, ലെറ്റ്സ് സ്റ്റാർട്ട്. ഈ വ്യക്തിക്ക് ഈ ഒരു സമയം എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. സീക്രട്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. അവർ ഈ ഒരു സമയം സീക്രട്ടായിട്ട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? സീക്രട്ട് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. മാസ്റ്റർ കാർഡ് ഹിയർ ഈസ് 10 of Pentacles. പോസിറ്റീവ് എനർജിയാണ് മാസ്റ്റർ കാർഡ് തരുന്നത്. ബാക്കി കാർഡ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന സ്പ്രെഡ്. തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് ഒരു സെപ്പറേഷനിലാണ് എന്നുള്ളതാണ്. പക്ഷേ സെപ്പറേഷന്റെ റീസൺ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. ഈ വ്യക്തിയെയും നിങ്ങളെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ചില വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ വ്യക്തിക്ക് ആ സാഹചര്യത്തെ മറികടക്കാൻ കഴിയാത്ത രീതിയിൽ ഈ വ്യക്തി അവിടെ ട്രാപ്പ് ചെയ്യപ്പെട്ടു എന്ന് വേണം നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി അതിൽ നിന്ന് പുറത്ത് കടക്കുന്നുണ്ട്. അതായത് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ചില നീക്കങ്ങളിലൂടെ ഈ വ്യക്തി അതിൽ നിന്നും പുറത്ത് കടക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു എനർജിയാണ്. അതായത് അതിൽ നിന്നും അവർ പുറത്ത് കടക്കുന്നു എന്നുള്ളത് മാത്രമല്ല, നമുക്കതിൻ്റെ ഫ്യൂച്ചർ എനർജി കൂടി കിട്ടുന്നുണ്ട്. അതായത് അവർ അതിൽ നിന്നും സന്തോഷകരമായിട്ട് പുറത്ത് കടക്കുന്നതായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്രത്തോളമുള്ള മെമ്മറീസാണ് അവർക്ക് നിങ്ങളെക്കുറിച്ചുള്ളത്. അവരെല്ലാം ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ അത്രയും സ്ട്രഗിൾ ചെയ്തുകൊണ്ട് അവർ പുറത്ത് കടന്ന് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴേക്കും നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. കാരണം അങ്ങനൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ചില വ്യക്തികളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇതിപ്പോൾ കുറച്ച് പേരുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ ആണെങ്കിൽ കുറച്ച് പേർക്ക് ഇനി വരാൻ പോകുന്ന സാഹചര്യമായിരിക്കാം. അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, ഓർമ്മകൾ എല്ലാം നമുക്ക് ഇവിടെ വ്യക്തമാകുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിനുള്ളൊരു സോഴ്സ് ലഭിക്കുകയാണ്, നിങ്ങളിലേക്ക് വരാനുള്ളൊരു എനർജി ലഭിക്കുന്നുണ്ട്. സോ നമുക്കിവിടെ ചാരിയറ്റ് കാർഡ് വന്നതുകൊണ്ട് തന്നെ ഈ വ്യക്തി അത്രയും പോസിറ്റീവായിട്ട് ആ ഒരു എനർജിയോടുകൂടി നിങ്ങളിലേക്ക് വന്നണയുന്നു എന്നുള്ളതാണ്. അതായത് ഒരു റീബർത്ത് കാണുന്നുണ്ട്, ഒരു ന്യൂ ബിഗിനിങ് കാണുന്നുണ്ട്. ഓക്കെ, ഉള്ള ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്ത് വന്ന് അവർ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു ടൈം പീരീഡിൽ അവർ ഒരുപാട് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഒരുപാട് വിഷമിക്കുന്നു എന്നാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ആ ഒരു ഏകാന്തതയിൽ അവർക്ക് സംഭവിച്ചിരുന്ന ആ ഒരു പാസ്റ്റിൽ സംഭവിച്ചിരുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവരെ എത്രത്തോളം വേദനിപ്പിച്ചിരുന്നു, അവരെത്രമാത്രം കഷ്ടപ്പെട്ട് നിങ്ങളുടെ അരികിൽ വന്നു, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഫൈനൽ എനർജി ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഈ വ്യക്തി അത്തരം കാര്യങ്ങൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും നിങ്ങളുമായിട്ട് ഒരു റിയൂണിയനുള്ള പോസിബിലിറ്റി അവർ കാണുകയും അതിലൊരു സന്തോഷം അവർ നേടിയെടുക്കുന്നതായിട്ടുമാണ്. അതായത് അവരെന്താണോ അവരുടെ മനസ്സിൽ സങ്കല്പിച്ചിരുന്നത്, മാനിഫെസ്റ്റ് ചെയ്തിരുന്നത്, ആ കാര്യം അവരുടെ ലൈഫിൽ സക്സസ് ആവുന്നു. ഇത് ഓവറോൾ എനർജി നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രഗിൾസിലൂടെ, ഒരുപാട് വേദനകളിലൂടെ, സഫറിങ്സിലൂടെ നിങ്ങൾ കടന്നു പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഒരു ലവ് സ്റ്റോറി പോലെ എനിക്ക് ഫീൽ ചെയ്യാണ്. ഇത്രയും നാൾ നമ്മൾ എടുത്തിട്ടുള്ള റീഡിങ്സ് പോലെയല്ല, ഇതിൽ ഫുള്ളൊരു ലവ് സ്റ്റോറി തന്നെ നമുക്ക് കാണാൻ കഴിയാണ്. അതായത് അത്രയും നിങ്ങളുടെ ലൈഫിൽ ഒരുപോലെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലാ കാര്യങ്ങളും A to Z നമുക്കിവിടെ
ഈ ഈ ഒരു സ്പ്രെഡിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് കൂടുതലൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കുമ്പോഴേക്കും കുറച്ചുകൂടി ഒന്ന് വ്യക്തമാവും. ഈ വ്യക്തി അത്രയും ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിച്ചേരുന്നു. അത്രയും സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും സന്തോഷകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് തന്നെ നമുക്ക് ആ ഒരു ഫൈനൽ ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു മാരേജിലേക്കോ എൻഗേജ്മെൻറ്റിലേക്കോ എത്തുന്നതായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടാകുന്ന ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫിലേക്കും നിങ്ങൾ എൻ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് നമുക്കിവിടെ വ്യക്തമാക്കി തരുന്നത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം. അല്ലെങ്കിൽ അടുത്തൊരു സ്പ്രെഡ് എന്താണ് നമുക്ക് ഇവിടെ പറഞ്ഞു തരുന്നത് എന്നുകൂടി അറിയാൻ ശ്രമിക്കാം. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സെക്കൻഡ് സ്പ്രെഡ്. ഈ വ്യക്തിയും നിങ്ങളും വളരെ സന്തോഷകരമായിട്ടുള്ള വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നവരാണ്. പക്ഷെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു വ്യക്തിയോ ഒരു സാഹചര്യമോ നിങ്ങൾക്കിടയിൽ വന്നു പോയിട്ടുള്ളത് എന്ന് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ വ്യക്തി പറയുന്നത് അവരുടെ ലൈഫിൽ അവരെന്തൊക്കെ നേടിയെടുത്താലും അല്ലെങ്കിൽ എന്തൊക്കെ സക്സസ് അവരുടെ ലൈഫിൽ ഉണ്ടായാൽ പോലും നിങ്ങൾ അവരോടൊപ്പം ഇല്ലാത്തത് അവരുടെ ലൈഫിന് തന്നെ ഒരു ശൂന്യത പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എന്ത് സാഹചര്യം ഉണ്ടായിരുന്നാലും അവർ അത്രയും സ്ട്രോങ് ആയിട്ട് ഇനി നിങ്ങൾക്കായിട്ട് നിലകൊള്ളും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫയർ എനർജി സയൻസ് ആണ് കാണുന്നത്. സോ അവർ അത്തരം സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കുന്നതായിട്ടും നിങ്ങളിലേക്ക് ശക്തമായി തിരിച്ചു വരുന്നതായിട്ടും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ മനസ്സിൽ അത്രത്തോളം ആഗ്രഹമുണ്ട് നിങ്ങളെ നേരിട്ട് കാണുന്നതിനായിട്ടും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും. അവരുടെ ലൈഫിൽ അത്രയും സന്തോഷം ഉണ്ടായിട്ടുള്ളത് നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ദിവസങ്ങളിലായിരുന്നു എന്നവർ ഇപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിരുന്ന ഒരു മൊമെൻറ്റ് അവരിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കാം, മേ ബി അതൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരിക്കാം. നിങ്ങൾ രണ്ടുപേരും അത്രയും സ്വയം മതിമറന്ന് സന്തോഷിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു. ആ ഒരു സന്തോഷം അവരുടെ ലൈഫിൽ വീണ്ടും അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയും സന്തോഷം അവരുടെ ലൈഫിൽ അവർ ഇതുവരെയും അവർ അനുഭവിച്ചിട്ടില്ല. ആ ഒരു മൊമെൻറ്റ്സ് അതല്ലേ ആ പ്രണയത്തിൻ്റെ മെമ്മറീസിലാണ് അവരുള്ളത് എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. എത്ര നിങ്ങൾ അകലങ്ങളിൽ പോയാലും നിങ്ങളിൽ നിന്ന് വിട്ടു പിരിഞ്ഞാലും അവർക്ക് ഒരിക്കലും അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെ പുറത്ത് കളയാൻ അല്ലെങ്കിൽ വിട്ട് കളയാൻ അവർക്ക് കഴിയില്ല. നിങ്ങളും അവരുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് അത്രയും ഇൻറ്റൻസ് ആണ് അല്ലേ. നിങ്ങളുമായിട്ട് ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഇനിയുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നവർ അത്രയും സിൻസിയറായിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നും അവർ പുറത്ത് കിടക്കുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. റിപ്പീറ്റ് ആയിട്ട് ആ എനർജീസ് വരുന്നുണ്ട്. അവർക്കും നിങ്ങൾക്കും ഇടയിൽ സന്തോഷകരമായിട്ടുള്ള മൊമെന്റ്സ് ആണ് ഇനി വരാൻ പോകുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ഓർമ്മകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവരൊരുപാട് ട്രോമയിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ തന്നെ അവരെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിൽ നിന്നെല്ലാം ഒരു റിലീഫ് കിട്ടിയത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. സോ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരിക്കലും അവർക്ക് നിങ്ങളെ ഉപേക്ഷിക്കാനാവില്ല. നിങ്ങൾ എപ്പോഴും അവരുടെ കൂടെ ഒരു സപ്പോർട്ടായിട്ട് ഉണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ ഒരു വെൽവിഷറാണ് ഈ വ്യക്തി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ആ വ്യക്തിയിൽ നിന്നുള്ള സീക്രട്ട് മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അവർ ഫിസിക്കലി ഇപ്പോൾ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം, നിങ്ങളെ നേരിട്ട് കാണാൻ, നിങ്ങളെ ഒന്ന് സ്പർശിക്കാനായിട്ടൊക്കെ അവർ ഒരുപാട് ആഗ്രഹിക്കുന്നൊരു മൊമെൻറ്റാണിത്. അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം എന്നവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരതിനായിട്ടുള്ള പരിശ്രമങ്ങളിലാണ്. ഓക്കെ, ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാനോ നിങ്ങളെ വിട്ട് മറ്റൊരിടത്തേക്ക് പോകാനോ അവർക്ക് കഴിയില്ല എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ വിട്ടു പിരിഞ്ഞ ഓരോ നിമിഷവും എന്തോ ഒരു ശക്തി അവരെ തിരിച്ച് നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ വിട്ടുപിരിഞ്ഞ നിമിഷങ്ങളിൽ ഒക്കെയും തന്നെ അവർക്ക് ഒരുപാട് ലോസ് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. അവർ സങ്കടത്താൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടാകുന്ന നിമിഷങ്ങളാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഒരുപാട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അത്രയും പ്രണയത്തിൻ്റെ എനർജീസാണ് കൂടുതലും നമുക്ക് വരുന്നത്. അവരതിനായിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരത് സക്സസ് ആവുന്നത് വരെയും അവരുടെ ശ്രമങ്ങൾ തുടരും എന്നാണ് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ അവരെ വിട്ടു പോകരുത് എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്.
മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. നിങ്ങൾ ഇനി അവരെ ഉപേക്ഷിച്ച് പോകുമോ, ഇനി നിങ്ങളുടെ ലൈഫിൽ അവർ വന്നാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവരെ നിങ്ങളെ നേടിയെടുക്കുന്ന നിമിഷം വരെയും നിങ്ങൾക്കായി ഫൈറ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അവരിപ്പോൾ നിങ്ങളെ പറ്റി ഏതൊരു സാഹചര്യത്തിലാണോ ഉള്ളത് ആ ഒരു സാഹചര്യത്തിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് അല്ല. അവരിപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അവരുടെ ഈ ഒരു സാഹചര്യത്തിൽ അവർ പല വ്യക്തികളിൽ നിന്നും ലവ് ഓഫർ ചെയ്യപ്പെടുന്നുണ്ട്. പല രീതിയിലുള്ള സന്തോഷങ്ങൾ അവർക്ക് മുന്നിൽ വന്നു ചേരുന്നുണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇനിയും തന്നിട്ടില്ലാത്ത കമ്മിറ്റ്മെൻറ്റ്സ് ഇനി നൽകാനും നല്ലൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്യാനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ നേടിയെടുക്കുന്നതിലൂടെ അവർക്ക് എന്ത് നഷ്ടങ്ങൾ വന്നാലും അവർക്ക് അവരുടെ ലൈഫിൽ അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ അവർ കെയർ ചെയ്യുന്നില്ല. നിങ്ങളിലേക്ക് നടന്നെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രത്തോളം അവർ സ്ട്രോങ് ആയിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ മേ ബി അവർ ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളെ ഒരുപാട് തവണ അവർ അവഗണിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യാതെയോ നിങ്ങളുടെ മെസ്സേജിന് മറുപടി തരാതെയോ അത്തരത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രവൃത്തികൾ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാം ഈ വ്യക്തി ഇപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവർ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മാത്രമായിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ എല്ലാ തിരക്കുകളും അവർ മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്രയും അവർക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാണ്. ഓരോ നിമിഷവും അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു. അതാണ് അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഒരു കർമ്മയുടെ ഫലം. അതായത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊന്നും അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തിയെ അവഗണിച്ചതിൽ അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. ഒരുപാട് ലൈഫ് ലെസൺസ് അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നിങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ തന്നെയാണ് അവർ ഈ ഒരു സമയത്തുള്ളത്. ഓക്കെ, ഇനി ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. ഈ വ്യക്തി സ്പിരിച്വൽ പാത്ത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുമായിരിക്കാം. ലെറ്റർ എം, ലെറ്റർ എ, ലെറ്റർ സി, ലെറ്റർ എച്ച്, ലെറ്റർ ജി, ലെറ്റർ പി, ലെറ്റർ ആർ, ലെറ്റർ ഇ, ലെറ്റർ എസ്. ഓക്കെ, ആൻഡ് ഈ വ്യക്തിക്ക് ഗ്രീൻ കളറിനോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഗ്രീൻ കളർ ആയിരിക്കാം. ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളതുപോലുള്ള ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഡ്രീംസിൽ നിങ്ങൾ ആ വ്യക്തിയെ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ ഡ്രീംസിൽ കാണുന്നുണ്ടാവാം. അത്രയും സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണിത്. ഓക്കെ, നമ്പർ 20 ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. എന്ത് കാര്യത്തിനും ഒരു എടുത്തുചാട്ടം സ്വഭാവമാക്കിയിട്ടുള്ള വ്യക്തികളുണ്ട്. അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ ഉള്ളൊരു പ്രവൃത്തി ഈ വ്യക്തിക്കോ നിങ്ങൾക്കോ ഉണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് തരത്തിലുള്ള നെഗറ്റിവിറ്റീസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പല തവണ. നമ്പർ 3ക്ക് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ബേർഡ്സിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു പെറ്റ് ലവർ ആയിരിക്കാം. ബേർഡ്സിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. ലെറ്റർ എഫ്, ലെറ്റർ എസ്, ലെറ്റർ ഡബ്ല്യു. ഓക്കെ, അതുപോലെ ഏരിയസ്, ലിയോ, സജിറ്റേറിയസ്, അക്വേറിയസ്, പൈസസ്, ക്യാൻസർ, ലിബ്ര എന്നീ സോഡിയക് സൈനിലുള്ള വ്യക്തികളുണ്ട്. ഈ വ്യക്തി സോൾജിയർ ആവാൻ അല്ലെങ്കിൽ ആർമി, നേവി എന്നീ കാര്യങ്ങളിൽ അങ്ങനെയുള്ള ജോബ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ആ ജോബ് ഉള്ളവരായിരിക്കാം. ആൻഡ് ആർട്ടിസ്റ്റ് ആയിരിക്കാം. ഓക്കെ, ഡാൻസറോ അല്ലെങ്കിൽ സിംഗറോ അതുമല്ലെങ്കിൽ പെയിൻറ്റിങ്സ്, ഡ്രോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കലാപരമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തികളായിരിക്കാം. കാർഷിക മേഖലയിൽ ജോലിയുള്ളവരോ അല്ലെങ്കിൽ കൃഷി ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ ആയിരിക്കാം. ആൻഡ് ഫിനാൻഷ്യലായിട്ട് കുറച്ച് സൗണ്ടായിട്ടുള്ള വ്യക്തികളായിരിക്കാം. ആൻഡ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ്. അതുപോലെ കൂടുതലായിട്ട് ഈഗോ ഉള്ള വ്യക്തികളും ഉണ്ട്. ഓക്കെ, ഒരു കാര്യങ്ങളും പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ പോലും അവർ പലപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്ത് തരാത്ത ഒരു ക്യാരക്ടറായിരിക്കാം. ഒരു പിടിവാശിയൊക്കെ ഉള്ളൊരു ക്യാരക്ടറായിരിക്കാം.
ഇതിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് നിങ്ങളുണ്ട് തന്നെയാണ് ഇവിടെ ഒരു ക്ലൂയിലൂടെ നമുക്കറിയാൻ കഴിയുന്നത്. നമ്പർ 8 നമുക്ക് വന്നിട്ടുണ്ട്. ആൻഡ് ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഹൃദയഭേദകമായിട്ടുള്ള വേദന എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം. അതുപോലെ ആ ഒരു വേദനയിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾക്ക് അത്രയും ഒരു പെയിൻ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, മാനസികമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ അത്രയും ശാരീരികമായിട്ടുള്ള ഇഷ്യൂസ് ഉള്ള സമയമായിരിക്കാം. ആൻഡ് ഗവൺമെൻറ് മേഖലയിൽ ജോലിയുള്ള വ്യക്തികളായിരിക്കാം. നമ്പർ 7 വന്നിട്ടുണ്ട്. ആൻഡ് ഈ വ്യക്തി ഒരു ടീച്ചറായിരിക്കാം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം. ആൻഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം. ലോയർ, ഓക്കെ, ലോയർ എന്നുള്ള എനർജി വീണ്ടും വന്നിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് സ്റ്റഡീസ്, എന്തെങ്കിലും സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സമയമായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. PSC ഓർ അതർ എക്സാംസ്, ഏതെങ്കിലും എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നൊരു ടൈമായിരിക്കാം. പക്ഷേ ആ ഒരു സമയത്ത് പോലും നിങ്ങൾക്ക് ഈ ഒരു മെൻ്റൽ സ്ട്രഗിൾ ഉണ്ട്. ആ ഒരു ഇഷ്യൂസിൽ നിങ്ങളിങ്ങനെ തുടർന്ന് പോവുകയാണ്. നിങ്ങളുടെ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ പോകുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ, നൈറ്റ് ടൈംസിൽ നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അതുപോലെ ഡാർക്ക്നെസ്സിന് ഒരുപാട് ഭയം നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം. ഒരുപാട് നിങ്ങൾ ഈ ഒരു ട്രോമയിൽ ഡിസ്റ്റർബ്ഡ് ആണ് തന്നെയാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രഗിൾസ് എല്ലാം തന്നെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് ആ ഒരു അഫർമേഷൻ ഞാൻ മുമ്പ് പല റീഡിങ്സിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയാം. ഐ എം സറണ്ടറിങ് ഓൾ മൈ വറീസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഡിവൈൻ എന്നുള്ള അഫർമേഷൻ നിങ്ങൾ വളരെ ശക്തമായിട്ട് നൈറ്റ് ടൈംസിൽ പറഞ്ഞ ശേഷം നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം ഒരു 3 തവണയെങ്കിലും നിങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉറക്കവും ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് മാറിപ്പോവുകയും ചെയ്യും. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് കൊടുക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ഓക്കെ, വ്യക്തിയുടെ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം. ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളായിരിക്കാം. അകാല നര ബാധിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കാം. അല്ലെങ്കിൽ ഹെയറിൽ അങ്ങനെ ഇപ്പോൾ ഏർലി ഏജസിൽ അങ്ങനെ ഹെയറിൽ പ്രത്യേകതകൾ, അതായത് നര പോലുള്ള കാര്യങ്ങൾ വരുന്ന വ്യക്തികളായിരിക്കാം. അലങ്കാര മത്സ്യങ്ങളോട് പ്രത്യേക ഇഷ്ടം ഉള്ള വ്യക്തികളുണ്ട്. ലെറ്റർ M, ലെറ്റർ I, ലെറ്റർ K എന്നീ ലെറ്റേഴ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബേർഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.